مرحبا بكم في معبد بي الهندوسي. لا يسمح بإحضار الأطعمة البسكويت والشوكولاتة والمكسرات. റോഫിടക്കെടുക്കാരാണ് എൻ്റെ ചാനൽ പുതിയ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ ബാബ് മന്ദിറിലാണ്. അതിൻ്റെ എൻട്രൻസ് ഇട്ടാ ഇതിൽ കൂടെ അങ്ങനെ കയറിയിട്ടാണ് അവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് കേട്ടോ. ആ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോകാറുള്ളത്. അവിടെ സെക്യൂരിറ്റി, പക്ഷേ ക്യാമറ ഒന്നും അലൗഡ് അല്ല കേട്ടോ. എനിക്ക് പുറകിലുള്ള ഈ ക്ഷേത്രമാണ് ബാബ് മന്ദിർ എന്ന് പറഞ്ഞാൽ ഈ UAE ഭരണാധികാരി അനുവദിച്ചു കൊടുത്ത ആ ഒരു പ്ലോട്ടിലാണ് ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നത്. ഒരുപാട് കൊത്തുപണികളാൽ നിറഞ്ഞ അടിപൊളി ഒരു ക്ഷേത്രമാണ് കേട്ടോ. അതായത് നമ്മുടെ രാജസ്ഥാനിൽ നിന്നാണ് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നത്. രാജസ്ഥാൻ നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ആ ഒരു കൾച്ചറിൻ്റെ പഴയ കാലം മുതലുള്ള കൊത്തുപണികളും പല ക്ഷേത്രങ്ങളൊക്കെ ചെയ്ത് അവർ പാരമ്പര്യമുള്ള ആൾക്കാരാണ് രാജസ്ഥാനുള്ളത്. അവിടെയുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 3000-ലധികം ആൾക്കാർ ഇരുന്ന് കൊത്തുപണി, അതായത് ഇവിടുത്തെ കൊത്തുപണിയിൽ കാണേണ്ട സംഭവം ഉണ്ടാകും. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ കൊത്തി വെച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്ത് സംഭവിച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. ക്യാമറ മൊബൈൽ തന്നെ അലൗഡ് അല്ല. മൊബൈൽ പുറത്തുനിന്ന് വീഡിയോ എടുക്കുക എന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. നമുക്ക് കയറി വരുന്ന ഭാഗത്ത് പശുവിൻ്റെ കുറേ തലകൾ ഉണ്ടാക്കിയാൽ ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം അങ്ങോട്ട് കയറി വരാൻ. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. ഫുൾ സെക്യൂരിറ്റിയിലാണ് ഇവിടെ അതിനുള്ളിലേക്ക് കയറ്റുന്നത് കേട്ടോ. ഫുൾ സെക്യൂരിറ്റിയിലാണ് കയറ്റുന്നത്. ഫുഡ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ക്യാമറ അലൗഡ് അല്ല. മൊബൈൽ നമുക്ക് ഇതിൻ്റെ പരിസരത്ത്, ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് ഉപയോഗിക്കാം എന്നല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അനുമതിയില്ല. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു 5ഓളം വിഗ്രഹങ്ങൾ, 5 വരെ മൂർത്തികളുണ്ട്. അതിലൊന്ന് നമ്മുടെ നാട്ടിലെ അയ്യപ്പനാണ്. കേരളത്തിലെ അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം ഉണ്ടായില്. ബാക്കി ആരാന്ന് എനിക്ക് പറയാനറിയില്ല. എന്തായാലും നല്ല ഭംഗിയുള്ള രസമാണ്. അതായത് ഇറ്റാലിയൻ മാർബിളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളും പിന്നെ രാജസ്ഥാനിലെ ഒരു കല്ലും കൊണ്ടുവന്നിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്. അടിപൊളി ക്ഷേത്രമാണ്. അബുദാബിയിലും ദുബായിലും ഇടയിലാണ് ഈ സംഭവം നിൽക്കുന്നത്. നമ്മൾ ഇത് കാണുമ്പോൾ നിൽക്കുന്നത് ഇവിടെ അറേബ്യൻ രാജ്യത്തൊന്നല്ല, വേറെ നമ്മുടെ ഇന്ത്യയിലെ ഏതൊരു രാജസ്ഥാനോ അങ്ങനത്തെ അല്ല ഡൽഹിയിലോ ഒക്കെ നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ 7 സ്തൂപങ്ങളാണ് ഇതിനുള്ളത് കേട്ടോ. അതായത് ഇവിടുത്തെ 7 എമിറേറ്റ്സിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ നല്ല ക്ലീനാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്ലീനാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിനായിട്ടും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അവിടെയുള്ള എല്ലാം. അടിയിലൊക്കെ നല്ല മാർബിളാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ മാർബിളൊക്കെ അടിപൊളി മാർബിള്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ഗാലറി ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ഇത് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗാലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെ ഇനി വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഇനിയും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ. ഇതുണ്ട് നിങ്ങളിവിടെ ഈന്തപ്പനകൾ ഉണ്ട്. 2 സൈഡിൽ ഈന്തപ്പനകൾ വെച്ച് അവിടെ ക്ഷേത്രം. നമ്മളൊരു ഇന്ത്യൻ ഒരു എമിറേറ്റ്സും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കൂടി ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഫുള്ള് മാർബിൾ ചെയ്തിട്ട് നല്ല കൂളുണ്ട് ഈ മാർബിൾ. ഇറ്റാലിയൻ മാർബിളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അവർ പ്രിന്റ് ചെയ്ത് തരും. അങ്ങനെ സംഭവമുണ്ട്. ഞാൻ പറയട്ടെ, ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന സ്ഥലം ഇവിടുന്ന് നമ്മൾ ഫോട്ടോ എടുക്കുക. ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരും, അവിടുന്ന് പ്രിന്റ് അടിച്ച് തരും. ये फोटो खींचने कितने? 25 too much. One copy. ഒരു കോപ്പി 25 റംസാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് മണികൾ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ആൾക്കാർ നടക്കുമ്പോൾ പോകുമ്പോൾ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വന്ന് ആണല്ലേ ഇവിടെ ഷൂ കീപ്പ് ചെയ്യുന്ന സ്ഥലം ഇവിടെ. ഇവിടെ ചെരുപ്പ് ഷൂ ഒക്കെ ഇവിടെ നിന്ന് കീപ്പ് ചെയ്യും. ഇവിടെ ഊരിയിട്ടാണ് ഇങ്ങനെ ഔട്ട് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. റെസ്റ്റ് പ്ലേസ് ആണ്. അടിപൊളി, സൂപ്പർ. ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഇതുപോലെ ഇരിക്കും.
നല്ല തിരക്കായിട്ട് അതൊരു സമയമാകുമ്പോഴത്തേനും അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ. ഓ, നാടിന്റെ ദേശീയ പക്ഷി മയിലിന്റെ ഇതുണ്ട്. അതിന്റെ തൊട്ട് മുകളിൽ ഇവിടെ അറേബ്യൻ സംസ്കാരത്തിന്റെ ഒട്ടകവും ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ട് ഈ ടെമ്പിളിന്റെ ഉള്ളിൽ. ഇവിടെ നിങ്ങളുണ്ടോ ഈ ടെമ്പിളിലെ ബാബ്സ് മന്ദിർ എന്നുണ്ട്. ഇത് ഇവിടെ നമുക്ക് നാട്ടിൽ കൊണ്ടിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ്. ഈ ബിംബങ്ങൾ അതിന്റെ ഉള്ളിലുള്ളല്ലേ? ആ 5 6 2 4 ആ ഈ 6 മൂർത്തികളാണ് അതിലുള്ളത്. ഇത് കറക്റ്റ് എനിക്ക് അറിയില്ല ആരൊക്കെയുള്ളതെന്നുള്ളത്. പക്ഷെ ഈ 6 ഈ ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനത്തെ ഷോപ്പുകൾ, ചെറിയ ചെറിയ കോഫി ഷോപ്പുകൾ, സ്നാക്സിൻ്റെ, കൂൾ ഡ്രിങ്ക്സിൻ്റെ, പിന്നെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്, നല്ല കൂളുണ്ട്, അടിപൊളി മാർബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടുന്ന് കയറി ചെരുപ്പ് ഊരിയിട്ട് അവിടെ വന്ന് മുകളിൽ കയറി മേലെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവരും ഈ മൂർത്തികളെ കാണേണ്ടവർക്ക് ഉള്ളിൽ കയറിയിട്ട് കണ്ടിട്ട് പ്രാർത്ഥിച്ചിറങ്ങുന്നവരുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളും ഉള്ളിൽ കയറിയിട്ടൊക്കെ കണ്ടു എന്നിട്ട്. പക്ഷെ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളൊക്കെ മാർബിളിലെ കൊത്തുപണികളുടെ ഒരു ലോകമാണ് കേട്ടോ. പക്ഷെ ഒരു അനുവദിക്കുന്നില്ല ഒരു വീഡിയോ എടുക്കാൻ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി വരാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ മേലിലുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് തിരിച്ച് നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സിറ്റ് ആവുന്നത് കേട്ടോ. കാരണം ഇത്രയും ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട്, വലിയൊരു ഫോട്ടാണ്. അവിടെയാണ് ഈ സംഭവം നിൽക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാങ്ങുന്നില്ല. ഇതെന്താ പ്രസാദം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഗേറ്റ് ഒക്കെ ക്ലോസ് ആണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാൻ എടുക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് മാർച്ചിലാണ്. മാർച്ച് ലാസ്റ്റാണ്, മാർച്ച് 30 ആ ടൈമിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡെവലപ്മെൻറ്റ്സ് വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇത് എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ ക്ലോസ് ആണെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെക്കുക. തിങ്കളാഴ്ച വരാൻ നിൽക്കണ്ട. നല്ല വിശാലമായ പാർക്കിംഗ് ആണ് കേട്ടോ. അടിപൊളി, ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ നിർത്താനുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇവിടെ ഇതിൻ്റെ വിസിറ്റ് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവങ്ങളൊന്നും ഇവിടെ പാടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തിട്ട് വായിച്ചോളൂ കേട്ടോ, എന്തൊക്കെയാണ് പാടില്ല എന്നുള്ളത്. നമ്മളെ ഈ ബാഗേജിൽ പറ്റില്ല, പിന്നെ മറ്റേ കത്തി ആയുധങ്ങൾ, ഡ്രോൺ ഇവിടെ പറ്റില്ല, പിന്നെ ഡ്രിങ്ക്സ്, മറ്റേ ഫുഡ് ഐറ്റംസ് പറ്റില്ല, സിഗരറ്റ് പറ്റില്ല, പിന്നെ അനിമൽസിനെ കൊണ്ടുവരാൻ പറ്റില്ല, പെറ്റ്സ് ഉണ്ടല്ലോ, പെറ്റ്സിനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ക്യാമറ അല്ല അവിടെ അല്ല, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അവിടെ ക്യാമറ അതൊന്നും അല്ല, അവിടെ അല്ല അവിടെ. ഓക്കെ, അപ്പോൾ അതൊക്കെ കെയർ ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ കേട്ടോ. ഇവിടെ ഒരുപാട് ടാക്സിക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്, പാകിസ്ഥാനികളാണ്. ഒരുപാട് ടാക്സി, അത്രയും വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ടാക്സിക്ക് നല്ല ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യും. ഒരുപാട് ടാക്സിക്കാരുണ്ട്. അല്ലാതെ തന്നെ പ്രൈവറ്റ് ആയിട്ട് വന്നിട്ട് ഒരുപാട് പാർക്കിംഗ് ഉണ്ട്, ഒരുപാട് വണ്ടികളോട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തികച്ചും മാർബിളിൽ, ഫുൾ മാർബിളിൽ ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതിമനോഹരമായിരിക്കുന്നു, ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും നല്ല സൂപ്പർ. നമ്മുടെ നാട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ പോയിട്ടോ? ഗുരുവായൂർ അതല്ല, അതെ ആ ഭാഗത്ത് ഡൽഹി, രാജസ്ഥാൻ, ആ അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ബെസ്റ്റ്. കൂടുതലാണ് ഇവിടെ. അമ്പലം ശരിക്കും പറയണെങ്കിൽ ഇപ്പോ അബുദാബിയിലാണെന്ന് തന്നെ പറയാം. നല്ല സൗകര്യം കാര്യങ്ങളും, ഏറ്റവും നല്ല അമ്പലം. അതായത് അത്രയും ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. ഇന്ത്യയിലെ അമ്പലങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ് കൂടുതൽ കാണുന്നത്, വിദേശികൾ കാണുന്നില്ല. മറിച്ച് ഇവിടെ അബുദാബിയിൽ ഒരു അമ്പലം പണിതപ്പോൾ എല്ലാവിധ രാജ്യങ്ങളിലത്തെ ആളുകളും വന്നിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി ടൂറിസ്റ്റുകൾ യൂറോപ്പിൽ. അതെ അതെ. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് വെച്ചാല്, ദുബായിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് ആണെങ്കിൽ നേരെ അബുദാബി ടെമ്പിൾ കാണാൻ വരും. അബുദാബി ടെമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്താണ് ഷെയ്ഖ് സാദ് മോസ്ക്. അങ്ങനെ ഇത് എല്ലാം ഒരു
റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു മിങ്കിൾ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇത് എടുക്കുന്നത്. നമ്മളെ അതിന് സാധ്യത നമ്മളെ കൂടില്ല. ഇന്ത്യ ഈ UAE തമ്മിലുള്ള ഒരു ബന്ധം വിളിച്ചോതുന്ന അതെ അതെ കാഴ്ചകളും അതെ ഉണ്ട് നല്ല അവിടെ. ഒരു കൈക്കുറക്കലാണ് ഇത്. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാണ്. നല്ല അടിപൊളി ക്ഷേത്രമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്രീ പാസ് ആണ്, ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പാസ്സൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരുന്നു. ഓക്കെ.